ഒരു സിമ്പിൾ ഐസോമെട്രിക് ഡ്രോയിങ് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. സാധാരണ 90 ഡിഗ്രി 30 ഡിഗ്രി റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ് ഐസോമെട്രിക് ഡ്രോയിങ് വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് 30 ഡിഗ്രി റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. ഇത് വെർട്ടിക്കൽ ലൈനുണ്ട്, ഹൊറിസോണ്ടൽ ലൈനുണ്ട്. രണ്ട് ഐസോമെട്രിക് ഡ്രോയിങ് സാധാരണ ഡ്രോയിങ്ങായിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. ഐസോമെട്രിക് ഡ്രോയിങ് എപ്പോഴും 30 ഡിഗ്രിയിലായിരിക്കും വരയ്ക്കുന്നത്. വെർട്ടിക്കൽ ലൈൻ വെർട്ടിക്കലായിട്ട് തന്നെ വരയ്ക്കും. ഹൊറിസോണ്ടൽ ലൈനെല്ലാം 30 ഡിഗ്രി ലൈനിലായിരിക്കും വരയ്ക്കുന്നത്. ഇത് കാണുമ്പോൾ നമുക്കിപ്പോൾ ആംഗിളെല്ലാം 90 ഡിഗ്രിയിൽ ചെറുതായിട്ട് തോന്നത്തുള്ളൂ. അത് നമ്മൾ സൈഡിൽ കാണിച്ചിരിക്കുന്ന നോർത്ത് ഡയറക്ഷൻ ഒരു ഡ്രോയിങ് ഉണ്ട്. അത് നോക്കിയിട്ട് വെർട്ടിക്കലായിട്ട് ഒരു കമ്പി എടുത്ത് വെച്ച് വളച്ച് നോക്കാം. വെർട്ടിക്കലായിട്ട് തന്നെ വളയ്ക്കണം. നോർത്ത് സൗത്ത് ഡയറക്ഷനിലുള്ള ഹൊറിസോണ്ടലാണ്. അത് നോർത്തിലോട്ട് പോകുന്നത് ഒരു ഒരു സ്ട്രിങ് എടുത്ത് വെച്ച് നിങ്ങൾ സ്ട്രൈറ്റായിട്ട് നോക്കി ഇതിൽ കാണിച്ചിരിക്കുമ്പോൾ വെർട്ടിക്കലായിട്ട് വളയ്ക്കണം. ഹൊറിസോണ്ടലായിട്ട് പോകണം. പിന്നെ നോർത്ത് സൗത്ത് ഈസ്റ്റിലോട്ടാ ഒന്ന് വെസ്റ്റിലോട്ട് പോകുന്നെങ്കിൽ അത് വെസ്റ്റ് ഡയറക്ഷൻ 90 ഡിഗ്രിയാണ്. അത് നിങ്ങൾക്ക് അത് ഒരു സ്ട്രിങ് വളച്ച് നോക്കുമ്പോൾ അത് മനസ്സിലാവും. ഇപ്പോൾ വരയ്ക്കാൻ പോകുന്ന വെർട്ടിക്കൽ ലൈനാണ്. ഈ റൗണ്ടിനകത്ത് കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ ഒരു സ്ട്രിങ് എടുത്ത് വളച്ചാൽ മതി. നോർത്ത് ഡയറക്ഷൻ നോർത്തിലോട്ട് പോകണം. ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ പോകുമ്പോൾ അത് വെസ്റ്റിലോട്ട് പോകണം. വെർട്ടിക്കലോട്ട് പോകണം. വെർട്ടിക്കലായിട്ട് ഒരു കമ്പി വളച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇത് എത്ര ഡിഗ്രിയാണ് ഇതിനകത്തുള്ളതെന്ന്. ഇതിപ്പോൾ കണ്ടാൽ തോന്നും ഇത് 90 ഡിഗ്രിയിൽ വലുതായിട്ട് തോന്നും. ഇത് കണ്ട 90 ഡിഗ്രിയിൽ ചെറുതായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് ഒരു കമ്പി വളച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ സംശയം തീരും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി.